ഓക്കെ. അപ്പോ എല്ലാരും നമ്മുടെ ക്ലാസ് 1 to 7 വരെയുള്ള ക്ലാസ് ഒക്കെ കണ്ടല്ലോ അല്ലെ? പെർസെന്റേജും റേഷ്യോയും പ്രപ്പോർഷനും അതുപോലെ തന്നെ LCM HCF ഇത് മൂന്നുമാണ് നമുക്ക് 1 തൊട്ട് 7 ക്ലാസ്സസ് വരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്തുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോ അതിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പൊ എല്ലാവരും ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നമ്മൾ നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. If A is to B equal to 3 is to 2, B is to C is equal to 6 is to 5, and C is to D is equal to 2 is to 9. Find the ratio of A is to B. എല്ലാരും ആൻസേഴ്സ് പറയാം. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്ന ആൻസർ അത് പറയാം. എല്ലാരും ചാറ്റിൽ ആൻസർ പറയാം. നമ്മുടെ ചാറ്റിൽ ആൻസർ പറയാം. ഇവിടെ തന്നിട്ടുള്ളത് A is to B 3 is to 2 എന്നും B is to C 6 is to 5 എന്നും C is to D 2 is to 9 എന്നാണ്. അങ്ങനെയാണെങ്കിൽ A is to D ആണ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇതുപോലെ 3 സെറ്റ് റേഷ്യോസ് തന്നിരുന്നാൽ അതിനെ കമ്പൈൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. A is to B is to C is to D എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കാൻ നമ്മൾ, അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതായത് കോമ്പിനേഷൻ ഓഫ് റേഷ്യോസ് ആണ്. ആദ്യം നമുക്ക് A is to B ആണ്. അത് എത്രയാണ്? 3 is to 2 ആണ്. നെക്സ്റ്റ് B is to C ആണ്. അത് 6 is to 5 ആണ്. അടുത്ത് എന്താണ്? C is to D ആണ്. അതെന്ത് വന്നു? 2 is to 9 ആണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു തരട്ടെ. ഇതാ ഈ കാണിച്ചിരിക്കുന്ന ഈ വേക്കൻറ്റ് സ്പേസിൽ ഉണ്ടല്ലോ, ഈ വേക്കൻറ്റ് സ്പേസില് അതുപോലെ ഇവിടെ, ഇതൊക്കെ വേക്കൻറ്റ് സ്പേസുകളാണ്. ഇവിടെ ഓക്കെ. ഈ വേക്കൻറ്റ് സ്പേസിലെല്ലാം എന്ത് കൊടുക്കുക? ഇവിടുത്തെ വേക്കൻറ്റ് സ്പേസിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത് വേക്കൻറ്റ് സ്പേസിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ ഏതാണോ അത് കൊടുക്കുക. 2 ഇവിടെ കൊടുക്കുക. ഇവിടെ ആണെങ്കിലും അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ ഏതാണ്? 2 ആണ്. അത് അവിടെ കൊടുക്കുക. ഇനി ഈ ഒരു വേക്കൻറ്റ് സ്പേസിന് തൊട്ട് മുന്നേ ഒന്നുമില്ല. ആഫ്റ്റർ നമുക്കൊരു നമ്പർ കിടപ്പുണ്ട്. അതെന്താണ്? 6. അത് അവിടെ 6 കൊടുക്കാം. നെക്സ്റ്റ് ഇനി ഇവിടെ ഈ ഒരു പ്ലേസിലാണ് നമുക്ക് വേക്കൻറ്റ് സ്പേസ് വരുന്നത്. അതിന് തൊട്ട് മുന്നേ ഏതാണ്? 5 ആണ്. ഇനി ഈ 2 വേക്കൻറ്റ് സ്പേസിൽ ശേഷം വന്ന 2 ആണ്. ആ 2 നമുക്കിവിടെ റിപ്പീറ്റ് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഇൻഡ്യൂ ചെയ്യുക. ബിയുടെ റേഷ്യോ ഇതെല്ലാം കൂടെ ഇൻഡ്യൂ ചെയ്യുക. സിയുടെ റേഷ്യോ ഇതെല്ലാം കൂടെ ഇൻഡ്യൂ ചെയ്യുക. അതുപോലെ ഡിയുടെ റേഷ്യോ ഇതെല്ലാം കൂടെ ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ എയുടെ റേഷ്യോ എന്ത് വന്നു? 18 × 2 36 എന്ന് വന്നു. അതുപോലെ ബിയുടെ റേഷ്യോ എന്ത് വന്നു? 24 എന്ന് വന്നു അല്ലെ? 4 × 6 24. നെക്സ്റ്റ് സിയുടെ റേഷ്യോ എന്താണ്? 20 ആണ് അല്ലെ? 2 × 10 20. അടുത്ത് ഇവിടെ 10 × 9 90 അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയത് A is to B is to C is to D എന്ന് പറയുന്നത് 36 is to 24 is to 20 is to 90 ആണ്. ഇതിൽ നമുക്ക് എന്താ വേണ്ടത്? A is to D ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ എയുടെ റേഷ്യോ 36 ആണ്. അതുപോലെ ഡിയുടെ റേഷ്യോ 90 ആണ്. നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 12 കിട്ടും, ഇത് 30 കിട്ടും. അടുത്ത വീണ്ടും നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 കിട്ടും. ഇത് എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ 2 is to 5 ആണ് ആൻസർ. ഓപ്ഷൻ എ 2 is to 5 ആണ്. ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തേടാം. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെ തന്നെയാണോ പഠിച്ചത് എന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഇത് കുറച്ചും കൂടെ ഈസിയസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വേ ആണ്. എല്ലാവരും ചാറ്റിലേക്ക് മെസ്സേജ് ഇടുക കേട്ടോ. ചാറ്റിലേക്ക് മെസ്സേജ് ഇടുക ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ടൈം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഓക്കെ. ഒരു തംസ് അപ്പ് കൊടുത്താലും മതി കേട്ടോ. എല്ലാവരും ഒരു തംസ് അപ്പ് കൊടുത്താലും മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, the HCF of 2 numbers is 98 and their LCM is 2352.
എങ്കിൽ ദ സം ഓഫ് ദ നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ദി നമ്പേഴ്സ് കണ്ടുപിടിച്ചേ. രണ്ട് നമ്പേഴ്സിന്റെ HCF തന്നിട്ടാണ് 98 എന്നും LCM 2352 ആണെന്നും തന്നിട്ടുണ്ട്. എങ്കിൽ ആ നമ്പറുകളുടെ സം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്ത് വന്നു? നമുക്ക് തന്നിട്ടുള്ള HCF എന്ന് പറയുന്നത് 98 ആണ്. അതുപോലെ LCM എന്ന് പറഞ്ഞാൽ 2352 ആണ്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് ഏതാണെന്ന് അറിയില്ല. നമ്പേഴ്സ് നമുക്ക് X എന്നും Y എന്നും കൊടുക്കാം. അല്ലെങ്കിൽ നമ്പേഴ്സ് നമുക്ക് ഒരു നമ്പർ നമുക്ക് X എന്നും ഒരു നമ്പർ നമുക്ക് Y എന്നും കൊടുക്കാം. ഇനി ഇതില് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടായിരിക്കണം. പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലെ? അതായത് HCF ഇൻറ്റു LCM എന്ന് പറയുമ്പോൾ ഇത് 98 ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ 2352 ആണ്. ഇനി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് X ഇൻറ്റു Y എന്ന് കൊടുക്കാൻ പറ്റുമോ? X ഇൻറ്റു Y നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി നമ്പേഴ്സിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിന്റെ HCF 98 എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിന് ആയിട്ട് അതായത് ഈ നമ്പേഴ്സിലുള്ള കോമൺ ഫാക്ടർ ആണ്. അത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് 98. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിലും ഈ പറയുന്ന 98 ഉണ്ട് അല്ലെ? ഫാക്ടർ ആയിട്ട് 98 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് എന്ന് വരും? 98X എന്നും 98Y എന്നും വരും. അതായത് ഒരു നമ്പർ എടുത്തു കഴിഞ്ഞ് അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അതിൽ 98 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അത് രണ്ട് നമ്പേഴ്സിലും എന്താണ് കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ഫാക്ടറുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ രണ്ട് നമ്പേഴ്സിന്റെ HCF 98 തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പേഴ്സ് എന്തായിട്ട് പറയാം? 98X എന്നും പറയാം, 98Y എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ എന്താണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 98X ഇൻറ്റു 98Y എന്ന് വരും അല്ലെ? 98X ഇൻറ്റു 98Y എന്ന് വരും. ഇതിൽ ഒരു 98 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി ബാക്കി X ഇൻറ്റു Y എന്ന് പറഞ്ഞാൽ 2352 ഡിവൈഡ് ബൈ 98 എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിക്കേ. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ക്യാൻസൽ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 98 2s എത്ര വരും? നമുക്ക് 196 വരും അല്ലെ? 196 ആണ്. 2s 196 ആണ്. 196. ബാക്കി റിമൈൻഡർ എന്ന് പറയുന്നത് 9 12 വരുമ്പോ ഓക്കെ 392 വരും അല്ലെ? ഓക്കെ 392 ആണ്. ഇനി നമുക്ക് അതിന്റെ നോക്കിക്കേ. 98 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് 392 കിട്ടുന്നത് നോക്കിക്കേ. 2 കിട്ടണം എന്നുണ്ടെങ്കിൽ 8 4s 2 വരും, 32 ആണ്. അപ്പൊ ഇവര് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് 392 വരുന്നുണ്ട്. അതായത് ഇവിടെ 2 3 69 പ്ലസ് 3 36 പ്ലസ് 3 എന്താണ്? 39 ആണ്. അപ്പോ 392 വരുന്നുണ്ട് 4. അതായത് XY എന്ന് പറയുന്നത് 24 ആണ്. XY എന്ന് പറയുന്നത് 24 ആണ്. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. ഇനി ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് ആണ് 24 എന്ന് നോക്കുക. എക്സും വൈയും അല്ലേ? എക്സിന്റെ വൈ അല്ലേ? അപ്പൊ ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് ആണ് 24 വരിക? ആ സംഖ്യകളെല്ലാം പറഞ്ഞോളൂ. ആ സംഖ്യകളെല്ലാം പറയൂ കേട്ടോ. 6 4 വരുന്നുണ്ട്, 12 2 വരും, അതുപോലെ 8 3 വരും. ഇനി ഏതെങ്കിലും വരുമോ? ഇനി ഏതെങ്കിലും വരും? 24 1 വരും. അതായത് ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ഇത് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 24 1 വരാം, അല്ലെങ്കിൽ 8 3s 24 വരാം, അതും അല്ലെങ്കിൽ 12 2s 24 വരാം, അതും അല്ലെങ്കിൽ 6 4s 24 വരാം. ഇനി ഇത്രയും പെയർസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി ഈ ഓരോ പെയറിന്റെയും HCF എനിക്ക് പറഞ്ഞു തരണം. ഈ ഓരോ പെയറിന്റെയും HCF ഈ ഓരോ പെയറിന്റെയും HCF പറഞ്ഞേ. ആദ്യത്തെ പേരിന്റെ HCF പറഞ്ഞേ. ഇത് ഓരോന്നായിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ പേരിന്റെ HCF പറഞ്ഞേ. 24 1ന്റെ HCF പറഞ്ഞേ. എത്രയാണ് HCF ഏതാണ്? പറഞ്ഞേ, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞേ. HCF എന്താണ്? 24ന്റെയും 1ന്റെയും HCF എന്താണ്?
24 ആണോ HCF വരുന്നേടാ? 24ന്റെയും 1ന്റെയും HCF 24 ആണോ വരുന്നത്? 1 അല്ലേ വരിക? HCF 1 അല്ലേ വരുന്നേ? 24ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഏതൊക്കെ വരും നമുക്ക്? 1, 2, 3, 4, 6, 8, 12, 24. ഇത്രയാണ് നമുക്ക് 24ന്റെ ഫാക്ടേഴ്സ് വരുന്നത്. 1ന്റെ ഫാക്ടർ ഏതാണ്? 1 ആണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാണ്? അത് 1 ആണ്. ഓക്കെ, അപ്പോ 24ന്റെയും 1ന്റെയും HCF എന്ന് പറയുന്നത് 1 ആണ്. ഇനി 8ന്റെയും 3ന്റെയും HCF പറഞ്ഞോളൂ. ആ പെയറിന്റെ HCF പറഞ്ഞേ. 8 and 3. 8 and 3. 8 and 3. ഇതിന്റെ HCF പറഞ്ഞേ. 8 ഉം 3 ഉം. 8 ഉം 3 ഉം. അവിടെ നമുക്ക് 1 ആ വരുന്നത്. അല്ലെന്ന് നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. 1 ആ വരുന്നേ. അതായത് ഇപ്പൊ 8ന്റെ ഫാക്ടർ തന്നെ എടുത്താൽ 1, 8, പിന്നെ 4, 2 ഇതൊക്കെയാണ് നമുക്ക് വരിക. 3ന്റെ ഫാക്ടർ എടുത്താൽ 1, 3 മാത്രമേ വരുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ അതിൽ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 12ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ 12 എന്ന് പറയുമ്പോൾ 1, 12, അതുപോലെ 2, 6, 4, 3 ഇത്രയാണ് നമുക്ക് 12ന്റെ ഫാക്ടർ വരിക. 2ന്റെ ഫാക്ടർ ആണെങ്കിലോ 1ഉം 2 ആണ് നമുക്ക് വരിക. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണെന്ന് നോക്കിക്കേ. അത് 2 ആണ്. രണ്ടിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. അപ്പൊ 2 ആണ് HCF വരുന്നത്. 6ഉം 4ഉം എടുത്തു കഴിഞ്ഞാലോ 6 വരുമ്പോൾ 1, 6, 3, 2 ഇത്രയാണ് നമുക്ക് 6ന്റെ ഫാക്ടേഴ്സ് വരിക. 4ന്റെ ആണെങ്കിൽ 4, 1, 2, 2 ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? നമുക്ക് വരുമ്പോ ഒരു 2 കോമൺ ആയിട്ട് വരുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന കോമൺ ഫാക്ടർ എടുത്താൽ മതി. അത് ഏതേ വരത്തുള്ളൂ? 2 മാത്രമേ വരുള്ളൂ അല്ലെ. യെസ്, അപ്പൊ അവിടെയും HCF എന്താണ്? 2 ആണ്. അപ്പോ ഞാൻ എന്തിനാണ് ഈ 4 പെയറുകൾ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ XY X into Y ചെയ്യുമ്പോൾ 24 കിട്ടും. എനിക്ക് അവിടെ കിട്ടേണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് കോപ്രൈം നമ്പറുകളായിരിക്കണം. ഓക്കെ, എന്താണ്? കോപ്രൈം നമ്പറുകൾ ആയിരിക്കണം എക്സിന്റെ വൈയുടെ സ്ഥാനത്ത് എടുക്കേണ്ടത്. ഇനി എന്താണ് കോപ്രൈം നമ്പറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCF 1 വരുന്ന എല്ലാ നമ്പറുകളും എന്താണ്? കോപ്രൈം നമ്പേഴ്സ് ആണ്. അതായത് അവരുടെ HCF എന്തേ വരത്തുള്ളൂ? കോപ്രൈം നമ്പേഴ്സ്, HCF 1 വരത്തുള്ളൂ. അങ്ങനെയുള്ള സംഖ്യകളെ എല്ലാം നമ്മൾ എന്ത് പറയും? അങ്ങനെയുള്ള പെയർ ഓഫ് സംഖ്യകളെ എല്ലാം നമ്മൾ എന്ത് പറയും? കോപ്രൈം നമ്പറുകൾ എന്ന് പറയും. ബാക്കി HCF 2 വരുന്നതിനെയും HCF 3 വന്നോ 4 വന്നോ എത്രയോ ആയിക്കോട്ടെ അതിനൊന്നും നമ്മൾ എന്ത് പറയില്ല? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയില്ല. അപ്പോൾ ഇവിടെ എടുക്കേണ്ട എക്സിന്റെ വൈയുടെ സ്ഥാനത്തുള്ള പെയറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് 24ഉം 1ഉം ആയിരിക്കണം, ഒന്ന് 8ഉം 3ഉം ആയിരിക്കണം. ഈ 2 പെയറുകൾ മാത്രം അവിടെ എടുത്താൽ മതിയാകും. ഈ പറഞ്ഞത് മനസ്സിലായോ? ഓരോന്നും എഴുതി വെക്കാട്ടോ. നിങ്ങള് സൈഡില് ഇത് സൊല്യൂഷൻ എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് എഴുതി വെക്കുക. വച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഒന്ന് എഴുതി വെച്ചേക്കെ. എന്തുകൊണ്ട് ഞാൻ അവിടെ 24ഉം 1ഉം എടുത്തു, അതുപോലെ 8ഉം 3ഉം എടുത്തു, എന്തുകൊണ്ട് 12ഉം 2ഉം 6ഉം 4ഉം എടുത്തില്ല എന്നുള്ളതാണ് അവിടെ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദി നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്പേഴ്സ് നമുക്കറിയാം 98x plus 98y ആണ്. അപ്പൊ സമ്മാണ്. അതിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? 24, 1 കൊടുക്കുമ്പോൾ 98 into 24 plus 98 into 1 കൊടുക്കണം. പിന്നെ 8ഉം 3ഉം കൊടുക്കാം. 98 into 8 plus 98 into 3. ഇതില് നമ്മൾ ഏതോ ഒരെണ്ണം ചെയ്ത് കിട്ടുന്ന ആൻസർ നമ്മുടെ ഓപ്ഷനകത്തുണ്ട്. ഇത് രണ്ടുമാണ് ആൻസർ വരുന്നത്. ഇതിൽ ഏതോ ഒരെണ്ണം നമ്മുടെ ഓപ്ഷനകത്തുണ്ട്. അത് ഏതാ എന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. 98 into 24 എന്ത് കിട്ടും? 2352 plus 98 ആണ്. രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും 8 2 10 ആണ്. ഇവിടെ 14 15 വന്നു. ഇവിടെ 4 വന്നു, 2. ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്തുണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത സെറ്റ് നോക്കുക. 98 into 8 എന്ന് പറഞ്ഞ 784 plus 98 into 3 എന്ന് പറയുമ്പോൾ 8 3s are 24, 2, 27, 28, 29 വന്നു അല്ലെ. അപ്പൊ എത്രയാ കിട്ടുന്നത്? 1078 എന്ന് കിട്ടും. ആൻസർ എന്ത് വന്നു? ഓപ്ഷൻ എ 1078 ആണ്. അപ്പൊ ഈ 2 ആൻസറും നമുക്ക് ശരിയാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണമേ നമ്മുടെ ഓപ്ഷനകത്ത് വരത്തുള്ളൂ. ക്ലിയർ ആണോ? ഈ ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ അറിയില്ലേ?
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആർക്കെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ അത് അപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോളൂ. The sum of two numbers a and b is 30. If a is 5 more than b, find the ratio of a and b. Find the ratio of a and b. ആൻസർ കിട്ടിയായിരുന്നോ എല്ലാവർക്കും? ആൻസർ കിട്ടിയായിരുന്നോ? എന്താണ് കിട്ടിയത്? എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കിക്കേ. സം ഓഫ് ടു നമ്പേഴ്സ് is numbers a and b is 30. If a is 5 more than b ആണെന്നുണ്ടെങ്കിൽ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്കറിയാം എയുടെയും ബിയുടെയും ഓക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, എവിടെ തന്നിട്ടുള്ളത് എയുടെയും ബിയുടെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. നെക്സ്റ്റ്, എ ഈസ് 5 മോർ ദാൻ ബി ആണ്. ബിനെക്കാട്ടിലും 5 കൂടുതലാണ് എന്ന് പറഞ്ഞത് അല്ലെ. അതായത് അവിടെ നമുക്ക് എന്ത് വന്നു? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എത്രയാണോ വന്നത്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ മോർ ദാൻ അല്ലെ പറയാ. അപ്പം എ മൈനസ് ബി എന്ന് പറയുന്നത് എ മൈനസ് ബി എന്ന് പറയുന്നത് 6 ആയിട്ട് വരും. 5 മോർ ദാൻ എന്നാ പറയുന്നത്. 5 കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അവിടെ 6 ആണെന്നുള്ളത് എഴുതാൻ പറ്റും. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് എ ആൻഡ് ബി ആണ് നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇത് 2. രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്ത് പോകും. രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2a എന്ന് കിട്ടും. ഇവിടെ 36 കിട്ടും. അപ്പൊ a is equal to 18 എന്ന് കിട്ടും. b is equal to ഏതെങ്കിലും ഒരു ഒരു ഇക്വേഷനിലേക്ക് 18 കൊടുക്കാം. 18 കൊടുക്കുമ്പോൾ എക്ക് 18 കൊടുത്തു. 18 പ്ലസ് ബി is equal to 30 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 18 മൈനസ് ബി is equal to 6 കൊടുത്തു കഴിഞ്ഞാൽ ഈ 6 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 18 മൈനസ് 6 കിട്ടും. അത് നമുക്ക് കിട്ടി 12 കിട്ടും അല്ലെ. ബിയുടെ നമുക്ക് 12 കിട്ടും. അതായത് എയുടെയും ബിയുടെയും റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 18:12, 9:6, 3:2. ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ എ. ചെറിയുണ്ട്, ചാറ്റ് കാണുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ സം ഓഫ് ടു നമ്പേഴ്സ്. ഓക്കെ, എ പ്ലസ് ബി നമ്മൾ 30 ആണ്. ഇഫ് എ ഈസ് 5 മോർ ദാൻ ബി, എ ഈസ് 5 മോർ ദാൻ ബി. യെസ്, 5 മോർ ദാൻ ബി അല്ലേ. അപ്പൊ ഞാനിവിടെ എഴുതിയത് തെറ്റിപ്പോയതാ. 6 അല്ല അവിടെ വരിക, 5 ആണ് കേട്ടോ. 5 മോർ ദാൻ ബി എന്ന് പറയുമ്പോ എ ഈക്വൽ ടു ബി പ്ലസ് 5 അല്ലേ വരത്തുള്ളൂ. എ ഈക്വൽ ടു, അതായത് എ എന്ന് പറയുന്നത് ബിനെക്കാട്ടിലും 5 കൂടുതലെന്നാണ്. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 5 വരത്തുള്ളൂ കേട്ടോ. 5 വരത്തുള്ളൂ. ഞാൻ അവിടെ ചെയ്ത് വന്നപ്പോഴെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇനിയല്ല വരിക. ഓക്കെ, ടൈംസ് അല്ലല്ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 5 ആട്ടോ വരുന്നേ. 5. അപ്പൊ 2 ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഇതുപോലെ ആഡ് ചെയ്യുന്ന സമയത്ത് 2a is equal to 35 എന്ന് വരും. അപ്പോ a is equal to എത്രയാ വരുന്നേ? 35ന്റെ പകുതി എത്രയാ നോക്കുക. 17.5 വന്നു. 17.5 വന്നു കഴിഞ്ഞാൽ 17.5 മൈനസ് ബി is equal to 5 ആണ്. ഈ 5 നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ 17.5 മൈനസ് 5 എന്ന് വരും. അതായത് 12.5 എന്ന് വരും അല്ലെ. അപ്പൊ ബി നമുക്ക് 12.5 ആണ്. അതായത് 17.5:12.5 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അത് കറക്റ്റ് തന്നെയല്ലോ. യെസ്, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 17.5 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയിന്റിന് ശേഷം ഒരു ഇതല്ലേ ഉള്ളൂ, ഒരു പ്ലേസ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 2 പോയിന്റും അങ്ങ് മാറ്റിക്കളയാം. 175:125 എന്ന് വരും. 5 കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇത് 3 15, 2 35 ഇവിടെ 2 25 വന്നു. അപ്പൊ 7:5. 7:5 ആൻസർ വരുന്നേ. 7:5 ഈ ഓപ്ഷൻ ആകത്തില്ല. ഓക്കെ, എന്താ വരുന്നത്? 7:5 ആണ്. 7:5 ആണ് വരുന്നത് കേട്ടോ. 7:5 ആണ്. യെസ്,
7:5 അല്ലേ വരിക. നമുക്ക് എയിൽ കിട്ടിയത്, ബി എൽ നമുക്ക് 12.5 കിട്ടുന്നേ. സെവൻ ഈസ് ടു 5 ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ അത് ഒരു നമ്പർ അവിടെ മാറിപ്പോയതാണ്. ഓക്കെ ആണോ ചെക്ക് ചെയ്തേടാ എല്ലാരും? എല്ലാവർക്കും ഓക്കെ ആണോ, ക്ലിയർ ആണോ ചെക്ക് ചെയ്യാം. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. Two numbers are in ratio 3:7. If both being multiple of 5 and 3, then find the numbers respectively. പറഞ്ഞോളൂ, എന്താണ് ആൻസർ കിട്ടുന്നത്? ടു നമ്പേഴ്സ് ആർ ഇൻ റേഷ്യോ 3:7 ആണ്. ഇഫ് ബോത്ത് ബീങ് ദ മൾട്ടിപ്പിൾ ഓഫ് 5 ആൻഡ് 3, then find the numbers respectively. ആ രണ്ട് നമ്പേഴ്സിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:7 ആണ്. ഈ രണ്ട് നമ്പേഴ്സും 5 കൊണ്ടും 3 കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 5ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ആ നമ്പേഴ്സ് എത്രയാണ്? എളുപ്പമാണ്. 5ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് പറയുമ്പോൾ ഒരുമിച്ച് അത് 15ന്റെ മൾട്ടിപ്പിളിൽ വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇതിൽ നമുക്ക് ഏത് വരും? 15ന്റെ മൾട്ടിപ്പിൾ വരുമ്പോ 3:7 നോക്കുക. അപ്പൊ 15ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോ ഇത് 45 വരും. ഇത് ഇൻറ്റു 15 ചെയ്യുമ്പോഴത്തേക്കും എത്രയാ വരുന്നത്? 105 വരും അല്ലെ? 105. അപ്പൊ 45:105 അല്ലെങ്കിൽ 45 ആൻഡ് 105 ആണ് അവിടെ വരിക. 105 45 അങ്ങനെ തിരിച്ച് ഓപ്ഷൻ ബി എന്നുള്ള രീതിക്ക് എടുക്കരുത്. ഓപ്ഷൻ എ വരുള്ളൂ. കാരണം ആ റേഷ്യോ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വേണം നോക്കാൻ. ഓക്കെ, ക്ലിയർ ആണോ ചെക്ക് ചെയ്തോളൂ. എല്ലാവർക്കും ക്ലിയർ ആണോ? എങ്കിൽ ഓരോ തംസ് അപ്പ് കൊടുക്കുക. ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണ് എങ്കിൽ നെക്സ്റ്റ് അടുത്ത ചോദ്യം. എ നമ്പർ ഈസ് ഡിവൈഡഡ് into two parts in the ratio 12:17, due to which the greatest number becomes 15 more than the smaller. Find the original number. Question ഇങ്ങനെയാണ്. A number when divided into two parts in the ratio, ഇങ്ങനെ നമ്പറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ അത് ഡിവൈഡ് ചെയ്ത റേഷ്യോ ആണ് 12:17. അതില് സ്മോളർ പാർട്ട്, രണ്ട് പാർട്ടുകളിലെ ഏറ്റവും ചെറിയ പാർട്ട് 12 റേഷ്യോയിലും ഏറ്റവും വലിയ പാർട്ട് 17 റേഷ്യോ ആണ്. ഡ്യൂ ടു വിച്ച് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ബിക്കംസ് 15 മോർ ദാൻ ദി സ്മോളർ. അതായത് ഗ്രേറ്റസ്റ്റ് നമ്പർ, അത് ഇതിൽ ഏതാണോ വലിയ നമ്പർ അതെന്തായിരിക്കും? സ്മോളറിനെ കാട്ടിലും 15 കൂടുതലായിരിക്കും. 15 കൂടുതൽ ആകും എന്നുള്ളതാണ്. ഫൈൻഡ് ദ ഒറിജിനൽ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദി ഒറിജിനൽ നമ്പർ. അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ 15 എന്ന് പറയുന്നത്. ഒന്നിനെക്കാട്ടിലും ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതും പറയുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ഈ പറയുന്ന സ്മോളറിനെക്കാട്ടിലും 15 കൂടുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഒറിജിനൽ നമ്പർ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഒറിജിനൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യാണ്ട് കിട്ടുന്ന നമ്പർ എന്താണ്? ഇത് രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് നമുക്ക് അവിടെ കിട്ടുക. ഇപ്പൊ 12:17 എന്ന് പറഞ്ഞു. ഈ ഗ്രേറ്റസ്റ്റ് നമ്പറിനെക്കാട്ടിലും 5 കൂടുതലാണ്, സ്മോളസ്റ്റ് നമ്പറിനെക്കാട്ടിലും 5 കൂടുതലാണ്, 15 കൂടുതലാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 റേഷ്യോ. ഈ 5 റേഷ്യോയ്ക്കാണ് 15 നമ്പർ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 റേഷ്യോയ്ക്ക് 15 വന്നു. അപ്പൊ ഒരു റേഷ്യോയ്ക്ക് നമുക്ക് എത്ര കിട്ടുന്നേ? 3 കിട്ടും അല്ലെ? 5 റേഷ്യോയ്ക്ക് 15 ആണെങ്കിൽ ഒരു റേഷ്യോയ്ക്ക് 3. ഇവിടെ ചോദിച്ചുള്ളത് ഒറിജിനൽ നമ്പർ ആണ്. ഒറിജിനൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഈ രണ്ടും കൂടെ കൂട്ടുമ്പോഴല്ലേ 29 റേഷ്യോ ആണ് ഒറിജിനൽ നമ്പർ. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 12 17 മാറ്റിയിട്ടുള്ളത്. അപ്പം ഈ 29 റേഷ്യോക്ക് എത്രയാന്ന് നോക്കുക. 29 റേഷ്യോക്ക് എത്രയാണ്? അപ്പൊ 29 × 3 ചെയ്യണം. 27 2 887 വരും അല്ലെ? ആൻസർ എന്താണ്? ഓപ്ഷൻ എ 87 ആണ്. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ. ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തോളൂ. 87. യെസ്. മനീഷ്, അഖില, സ്വാതി, ക്ലിയർ ആണോ? അവിടെ എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തോളൂ. യെസ്. എങ്കിൽ നമുക്ക്
ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. The LCM of two numbers is 2376 while their HCF is 33. If one of the number is 297, then the other number is. രണ്ട് നമ്പേഴ്സിന്റെ LCM നമുക്ക് തന്നിട്ടുണ്ട് 2376 എന്നുള്ളത്. HCF എന്ന് പറഞ്ഞ 33 അതിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട് 297 എങ്കിൽ മറ്റേ നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ സാധിക്കും. HCF ഇൻറ്റു LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. HCF എത്രയാണ്, 33 ഇൻറ്റു 2376 which is equal to ഒരു നമ്പർ നമുക്കറിയാം 297 ആണ്. എങ്കിൽ മറ്റേ നമ്പർ എന്താണ്? മറ്റേ നമ്പർ നമുക്ക് എക്സ് ആയിട്ട് കൊടുക്കാം. മറ്റേ നമ്പർ എത്രയാണ്? ഇതെന്തായാലും 11 കൊണ്ട് പോവും, 11 കൊണ്ട് അതും പോവും അതും പോവും. അതായത് 27 വരും 11-ല്. ഇത് 3 വന്നു, ഇത് 3-ൽ ഇത് 9 ടൈംസ് പോവും. ഇനി 9-ൽ ഇത് പോവും നോക്കാം. 2376 എന്ന് പറയുന്നത് 2 ടൈംസ് 18 ആണ്. ബാക്കി 5 വന്നു, 57. 6 ടൈംസ് 54 ആണ്. ബാക്കി 3 വന്നു, 4 വന്നു അല്ലെ. അതായത് 264. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്, 264. ഓപ്ഷൻ ബി. ഓക്കെ, 4 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് റേഷ്യോയും പെർസെന്റേജും റേഷ്യോയും പെർസെന്റേജും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. A is 50% of B ആണ്. B is 100% more than C ആണ്. C is 75% of D ആണ്. Then what is the ratio of A and D? What is the ratio of A and D? ഓപ്ഷൻ എ 3:4 ആണ് ആൻസർ വരുന്നത് അല്ലെ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് നോക്കുക. A is 50% of B ആണ്. അപ്പൊ A is 50% of B. ബിയുടെ 50% ബി എന്ന് പറഞ്ഞാലോ ബി ഈസ് 100% മോർ ദാൻ സി ആണ്. അപ്പോ ഇത്ര ശതമാനം കൂടുതൽ എന്ന് പറയുമ്പോ നമ്മളവിടെ അതായത് കൂട്ടി എഴുതുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ 100% കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പോ ഒരു 5% കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ 105% എഴുതുന്നത് അല്ലെ. അപ്പൊ 100% കൂടുതൽ എന്ന് പറയുമ്പോൾ അത് 200% ആവും അല്ലെ. 100 കൂടി വേണം, 100 ലെസ് ഒക്കെ പറയുമ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം 200% ഓഫ് സി വരും. ഓക്കെ, 100% മോർ ദാൻ സി എന്ന് പറയുമ്പോൾ 200% ഓഫ് സി വരും. ഇനി സി ഈസ് 75% ഓഫ് ഡി ആണ്. അപ്പൊ ഡിയുടെ 75%. നമുക്കിതിന് ഇനി നമ്മുടെ എന്താണ് ഫ്രാക്ഷനിലോട്ട് മാറ്റിയാൽ ഇത് 1/2 ആവും. 1/2 ഓഫ് ബി. ഇതാണെങ്കിൽ 2C എന്ന് വരും. ഇതാണെങ്കിൽ 3/4 ഡി എന്ന് വരും. ഓക്കെ, ഇതിൽ നിന്ന് റേഷ്യോ എഴുതാം. A:B എന്ത് വന്നു? A:B 1:2 എന്ന് വന്നു. അതായത് A ഈക്വൽ ടു 1/2 B ആണ്. നമുക്കിതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ 2A ഈക്വൽ ടു B എന്ന് വന്നു. റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ A:B എന്ന് പറയുമ്പോൾ എയുടെ കോഎഫിഷ്യന്റ് ബിയുടെ റേഷ്യോ ആയിട്ട് വരും. ബിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, അത് എയുടെ റേഷ്യോ ആയിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ എഴുതുന്നത്, നമ്മുടെ ഫ്രാക്ഷൻ വൈസ് റേഷ്യോ എഴുതുന്നത്. ഇനി ഇവിടെ ബി ഈക്വൽ ടു 2C എന്നാണ്. അപ്പോ ബിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പം B:C എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം? 1:2 ആണോ? അല്ല, 2:1 എന്ന് എഴുതാം. എന്താണ്? B:C 2:1 ആണ്. അതുപോലെ C:D എന്ന് പറയുമ്പോൾ നമുക്ക് 3:4 എന്ന് വരും. 3:4 എന്ന് വരും. ഓക്കെ, അപ്പോ ഞാൻ ഈ വേക്കന്റ് സ്പേസിലെല്ലാം അതിന് തൊട്ടുമുള്ള നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 വന്നു, 2 വന്നു. ഇവിടെയാണെങ്കിൽ 1 വരും, ഇവിടെയാണെങ്കിൽ 2 വരും, ഇവിടെയാണെങ്കിൽ 3 വന്നു. എല്ലാം കൂടെ ഇനി ഇൻഡ്യൂ ചെയ്ത് ഇത് 6 വന്നു. ഇവിടെയാണെങ്കിൽ 12 വരും, ഇവിടെ 6 വരും, ഇവിടെയാണെങ്കിൽ 8 വരും. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് A:D ആണ്. അപ്പോ 6:8 ആണ്, അതായത് 3:4 ആണ്. ആൻസർ എന്താ വന്ന? ഓപ്ഷൻ എ ആണ്, 3:4 ആണ് ആൻസർ വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ. പെർസെന്റേജും റേഷ്യോ കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ?
ബാക്കി എല്ലാരും റെസ്പോണ്ട് ചെയ്തോളൂ. ബാക്കി എല്ലാരും റെസ്പോണ്ട് ചെയ്യുക. ആകെ 3 പേര് മാത്രമേ ആൻസർ പറയുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. എല്ലാരും ഒരു തംസ് അപ്പ് കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ. ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാം എന്നോട്. ഓക്കെ, ഡൗട്ട് വരുന്ന സ്റ്റെപ്സ് ഒക്കെ ചോദിക്കാം. എന്താ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3 numbers are in the ratio 2:5:7. If the average of first and third number is 27, then find the ratio of sum to the product of the numbers. 2 പേർക്കാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. അഭിരാമിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ല, 2 പേർക്കാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. എല്ലാരും ആൻസേഴ്സ് പറയാ. നമ്മുടെ നമ്പേഴ്സിന്റെ റേഷ്യോ ആണ് 2:5:7 എന്ന് തന്നിട്ടുള്ളത്. ഇനി ഇഫ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ്, അതായത് നമുക്ക് ആ നമ്പേഴ്സിനെ 2x ആയിട്ടും 5x ആയിട്ടും 7x ആയിട്ടും എഴുതാം. അപ്പൊ ഫസ്റ്റ് നമ്പർ 2x, സെക്കൻഡ് നമ്പർ 5x, തേർഡ് നമ്പർ 7x. ഇനി ഇഫ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ ഈസ് 57. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആവറേജ് എത്രയാണ്? 27 ആണ് ഫസ്റ്റിന്റെയും തേർഡിന്റെയും. അതായത് 2x + 7x ഡിവൈഡ് ബൈ 2 = 27 എന്ന് വരും ആവറേജ്. ഇതിൽ നിന്നും 9x = 54 എന്ന് വന്നു, x = 6 എന്ന് വന്നു. അപ്പൊ നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എക്സിന് 6 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 × 6 12 വരും. സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 5 × 6 30 വരും. തേർഡ് നമ്പർ എന്ന് പറയുന്നത് 42 വരും അല്ലെ. 7 × 6 42. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സം ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ആണ്. അപ്പൊ സം ഓഫ് ദി നമ്പേഴ്സ് എത്രയാണ്? 72 + 12 84 വരും. 84:2 ഇതിന്റെ പ്രോഡക്റ്റ് എന്താന്ന് നോക്കുക. പ്രോഡക്റ്റ് വരുന്ന സമയത്ത് 42 12 എന്ന് പറയുമ്പോൾ 420യും അതുപോലെ 84ഉം. അപ്പോ 4 0 504ഉം പിന്നെ ഒരു 3 115 0, അതായത് 15,000 ഇങ്ങനെ തന്നെയാണ് കിട്ടിയത് നോക്കുക. അപ്പോ 15120 എന്ന് വരും. 15120 എന്നാണ് വരുന്നത്. അപ്പം 15120. ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യാം? ഇതിനെ ക്യാൻസൽ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. 180 ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു പ്രാവശ്യം അത് 1 പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം 84 പറഞ്ഞാൽ ബാക്കി നമുക്ക് 7 വന്നു. അതുപോലെ 14 വരുമ്പോ 6 വരും. ഓക്കെ, 72 ആണ്. അപ്പോ 84 × 8 ചെയ്യുമ്പോഴത്തേക്കും 672 ആണ്. അപ്പൊ 180 ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാർക്കറ്റും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇവിടെ ഇഷ്യൂ ഞാൻ എന്തായാലും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു. ബൈ. ഓക്കെ, ബൈ.